ഇന്ത്യൻ ആകാശങ്ങളെ സ്വപ്നം കണ്ട ഒരു മലയാളി. ബോംബെയുടെ അധോലോകം ചിറകരിഞ്ഞ ഒരു വലിയ സ്വപ്നം. ഇത് തഖിയുദ്ദീൻ അബ്ദുൽ വാഹിദ്. ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻസിന്റെയും തകർന്നു വീണ രാജകുമാരന്റെയും കഥ ഇന്ന് ഇന്ത്യൻ വിമാനത്താവളങ്ങളിൽ കാണുന്ന കാഴ്ച നമ്മളെ അസ്വസ്ഥരാക്കുന്നുണ്ട്. മണിക്കൂറുകളോളം കാത്തിരിക്കുന്ന യാത്രക്കാർ, റദ്ദാക്കപ്പെടുന്ന ഫ്ലൈറ്റുകൾ, അമിതമായ ടിക്കറ്റ് നിരക്കുകൾ. ഇൻഡിഗോ എന്ന ഒറ്റ കുത്തകയുടെ ചിറകിലേറി ഇന്ത്യ പറക്കുമ്പോൾ നമ്മൾ ചോദിച്ചു പോകും, ഇതിനൊരു ബദലില്ലേ? ഉണ്ടായിരുന്നു. 30 വർഷങ്ങൾക്ക് മുൻപ് സാധാരണക്കാരന് വേണ്ടി ആകാശം തുറന്നിട്ട ഒരു മലയാളി ഉണ്ടായിരുന്നു തിരുവനന്തപുരത്തെ. വർക്കലയ്ക്കടുത്തുള്ള ഇടവ എന്ന ചെറിയ ഗ്രാമം. അവിടെ നിന്നാണ് അയാൾ ബോംബെയിലേക്ക് വണ്ടി കയറുന്നത്. കയ്യിൽ വെറും 9ാം ക്ലാസ് വിദ്യാഭ്യാസം. പക്ഷേ മനസ്സിൽ ആകാശമുട്ട വളരാനുള്ള ആഗ്രഹം. ട്രാവൽ ഏജൻസിയിൽ തുടങ്ങി ഗൾഫ് റിക്രൂട്ട്മെന്റിലൂടെ അയാൾ വളർന്നു. 1990കളിൽ ഇന്ത്യ ഓപ്പൺ സ്കൈസ് പോളിസി പ്രഖ്യാപിച്ചപ്പോൾ ടാറ്റയും ബിർളയും മടിച്ചു നിന്നയിടത്തേക്ക് അയാൾ ധൈര്യപൂർവ്വം കടന്നു വന്നു. അങ്ങനെ ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ എയർലൈൻ പിറന്നു, ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻസ്. അന്ന് തഖിയുദ്ദീൻ കൊണ്ടുവന്ന വിപ്ലവം വെറും ബിസിനസ് ആയിരുന്നില്ല, അതൊരു കരുതലായിരുന്നു. കുറഞ്ഞ നിരക്കിൽ വിമാനങ്ങൾ, കൃത്യസമയം, മികച്ച ഭക്ഷണം, രാജകീയമായ പരിഗണന. ഇന്നത്തെ കുത്തകകൾ നമ്മളെ വട്ടം കറക്കുമ്പോൾ അന്ന് തഖിയുദ്ദീൻ യാത്രക്കാരനെ രാജാവായി കണ്ടു. ഈസ്റ്റ് വെസ്റ്റിന്റെ വളർച്ച അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. കോടികളുടെ വിറ്റുവരവ്. ജെറ്റ് എയർവേസിനും സഹാറയ്ക്കും മുൻപേ പറന്നത് തഖിയുദ്ദീന്റെ വിമാനങ്ങളായിരുന്നു. അയാൾ വെറുമൊരു ബിസിനസ്സുകാരനായിരുന്നില്ല, മുംബൈയിലെ അധികാര കേന്ദ്രങ്ങളിലെ ശക്തനായ സാന്നിധ്യമായി അയാൾ മാറി. പക്ഷേ ഉയരങ്ങൾ കൂടുമ്പോൾ ശത്രുക്കളും കൂടുമല്ലോ. വിജയത്തിന് പിന്നാലെ നിഴലുകൾ വീണു തുടങ്ങി. ബോംബെ അധോലോകത്തിന്റെ കണ്ണ് ഈസ്റ്റ് വെസ്റ്റിൽ പതിഞ്ഞു. ദാവൂദ് ഇബ്രാഹിമുമായുള്ള ബന്ധം ആരോപിക്കപ്പെട്ടപ്പോൾ മറുഭാഗത്ത് ഛോട്ടാ രാജൻ സംഘം അയാളെ നോട്ടമിട്ടു. ബിസിനസ് എതിരാളികൾ രാഷ്ട്രീയ കരുനീക്കങ്ങൾ നടത്തി. നോർത്ത് ഇന്ത്യൻ ലോബികൾക്ക് മുന്നിൽ ഒരു മലയാളിയുടെ ഈ വളർച്ച സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. ഭീഷണികൾ വന്നു തുടങ്ങി. പക്ഷേ തഖിയുദ്ദീൻ കുലുങ്ങിയില്ല. 1995 നവംബർ 13, സമയം രാത്രി 9:30. ബാന്ദ്രയിലെ ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു തഖിയുദ്ദീൻ. തന്റെ നീല മെർസിഡസ് കാറിൽ. പെട്ടെന്നാണ് അത് സംഭവിച്ചത്. ബൈക്കിലെത്തിയ അക്രമികൾ കാറിന് നേരെ നിറയൊഴിച്ചു. ഒന്നല്ല, രണ്ടല്ല, 30ഓളം വെടിയുണ്ടകൾ. മുംബൈയുടെ തെരുവുകളിൽ ആ പ്രാണൻ പിടഞ്ഞു തീർന്നു. ഛോട്ടാ രാജന്റെ സംഘമാണ് പിന്നിലെന്ന് പോലീസ് പറഞ്ഞു. പക്ഷേ യഥാർത്ഥ സൂത്രധാരൻ ഇന്നും ഒരു ചോദ്യചിഹ്നമാണ്. അതൊരു അവസാനമായിരുന്നു. തഖിയുദ്ദീന്റെ മരണത്തോടെ ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻസിന്റെ ചിറകുകൾ ഒടിഞ്ഞു. വിമാനങ്ങൾ നിലത്തിറങ്ങി. ആയിരക്കണക്കിന് ജീവനക്കാർ വഴിയാധാരമായി. ഇന്ന് ഇൻഡിഗോയുടെ ഫ്ലൈറ്റ് വൈകുമ്പോൾ, അമിത ചാർജ് നൽകി നമ്മൾ വരി നിൽക്കുമ്പോൾ ഒന്നോർക്കുക, വിധി അനുവദിച്ചിരുന്നെങ്കിൽ ഇന്ന് ഇന്ത്യൻ ആകാശം ഭരിക്കേണ്ടിയിരുന്നത് ആ മലയാളിയായിരുന്നു. അയാൾ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ ഈ ദുരിതം അനുഭവിക്കില്ലായിരുന്നു. തഖിയുദ്ദീൻ അബ്ദുൽ വാഹിദ്, നമ്മൾ മറക്കാൻ പാടില്ലാത്ത ചിറകരിഞ്ഞ ആകാശ രാജാവ്.